നമസ്കാരം. അന്ന കരീനീന. ടോൾസ്റ്റോയ് കേവലമൊരു സാഹിത്യകാരൻ മാത്രമായിരുന്നില്ല, മഹാനായ ഒരു ദാർശനികൻ കൂടിയായിരുന്നു. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി അദ്ദേഹത്തെ ഗുരുതുല്യനായി കണ്ടത്. ജീവിതത്തിൻ്റെ ഒരുപാട് മുഖങ്ങൾ കണ്ടിരുന്ന അദ്ദേഹം ഒരു സാധാരണ പട്ടാളക്കാരനായി ജീവിച്ചു. ക്രീമിയൻ യുദ്ധത്തിൽ ടോൾസ്റ്റോയ് പങ്കെടുത്തു. കാലം കഴിയുന്തോറും ഒരു ഗുരുവിനെ അഥവാ ഫക്കീറിനെ പോലെ അദ്ദേഹം പെരുമാറി. 13 സന്തതികളും ഭാര്യയുമുണ്ടായിരുന്നിട്ടും അദ്ദേഹം കുടുംബം ഉപേക്ഷിച്ചു. സ്വാതന്ത്ര്യ സമരത്തിലെ പുതിയ പാഠങ്ങൾ ഗാന്ധിജിക്ക് ഉപദേശിച്ചു കൊടുത്തു. ഒടുവിൽ അതിശൈത്യം മൂലം തണുത്തുറഞ്ഞു കിടന്ന അസ്താപോവ എന്ന ചെറിയ റെയിൽവേ സ്റ്റേഷനിൽ 1910 നവംബർ 8 പുലർച്ചെ ഒരു അനാഥജഡം കിടന്നിരുന്നു. അത് ലിയോ ടോൾസ്റ്റോയുടേതായിരുന്നു. കേൾക്കാം അന്ന കരീനീന. അന്ന കരീനീന സഹോദരൻ ലോൺസ്കിയെ കാണാനാണ് മോസ്കോയിലേക്ക് വന്നത്. റെയിൽവേ സ്റ്റേഷനിൽ സഹോദരൻ കാത്തുനിന്നിരുന്നു. അവിടെ അയാളോടൊപ്പം ബ്രോൺസ്കി എന്ന യുവാവും ഉണ്ടായിരുന്നു. ഒരു ഗാർഡ് ട്രെയിനിനടിയിൽപ്പെട്ട് ദാരുണമായി കൊല്ലപ്പെടുന്നത് അവർക്കവിടെ കാണേണ്ടി വന്നു. വെളുത്തു കൊലുന്നനെയുള്ള അന്നയോട് ബ്രോൺസ്കിക്ക് അടുപ്പം തോന്നി. അവൾ പീറ്റേഴ്സ്ബർഗിലേക്ക് മടങ്ങിയപ്പോൾ അയാളും കൂടെ പോയി. അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അന്ന ഭർത്താവ് അലക്സിയെ അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അന്ന വിവാഹിത മാത്രമല്ല, ഒരു അമ്മയുമാണ്, സെറിഷോയുടെ അമ്മ. പക്ഷേ ബ്രോൺസ്കി പിന്മാറിയില്ല. അയാൾക്ക് അന്നയെ ഭാര്യയായി വേണം. എന്തുകൊണ്ടോ അന്നയും അതിന് നിന്നുകൊടുത്തു. ഭർത്താവായ അലക്സി അവളെ ഉപദേശിച്ചു, ശാസിച്ചു. അവൾ വഴങ്ങിയില്ല. ഒടുവിൽ അവൾ ബ്രോൺസ്കിയിൽ നിന്ന് ഗർഭിണിയായി. അലക്സി അവളെ പിരിയാൻ തീരുമാനിച്ചു. മകൻ സെറിയോഷയെ അന്നയ്ക്ക് വിട്ടുകൊടുക്കുവാൻ അയാൾ തയ്യാറായില്ല. അന്ന വളരെ വിഷമിച്ചു. അവൾ ബ്രോൺസ്കിക്കൊപ്പം വിദേശയാത്ര പോയി. അവർ സന്തോഷമായി കഴിഞ്ഞു വന്നു. പക്ഷെ നാട്ടിലെത്തിയതോടെ ദുഷിച്ച സ്ത്രീ എന്ന അപമാനം അന്ന കേട്ടു. ബ്രോൺസ്കിയുടെ വീട്ടുകാരും അവളെ വെറുത്തു. അവളുടെ അടുത്ത സീറ്റിലിരിക്കാൻ പോലും ആളുകൾ അറച്ചു. ഭർത്താവായ അലക്സിയുടെ സ്വഭാവ ഗുണമാണ് അവളെ കൂടുതൽ ദുഃഖിതയാക്കിയത്. ഒരു നിമിഷം അയാളോട് സ്നേഹം തോന്നും, അടുത്ത നിമിഷം ബ്രോൺസ്കിയുടെ ഓർമ്മ വരും. അന്നയ്ക്ക് പ്രസവകാലം അടുത്തു വന്നു. അവൾ അലക്സിക്ക് കത്തെഴുതി, ഞാൻ മരിക്കാറായി, എനിക്ക് മാപ്പ് തരണം. തെറ്റുകൾ ചെയ്തു, എങ്കിലും അവളെൻ്റെ ഭാര്യയാണ്, അലക്സി കത്ത് കിട്ടിയപ്പോൾ വിചാരിച്ചു. അയാൾ ആശുപത്രിയിലെത്തി. അന്നയ്ക്ക് കടുത്ത പനി, തീ പോലെ പൊള്ളുന്നു. ബ്രോൺസ്കിയും അവിടെയുണ്ട്. അയാളുടെ മുഖം കരഞ്ഞു വീർത്തിരിക്കുന്നു. അലക്സി ബ്രോൺസ്കിയുടെ അടുത്ത് ചെന്ന് അയാളെ ആശ്വസിപ്പിച്ചു. ബ്രോൺസ്കി ഞെട്ടിപ്പോയി. ഭർത്താവ് കാമുകനെ ആശ്വസിപ്പിക്കുന്നു. ഈ മനുഷ്യനെയാണോ ഞാൻ ചതിച്ചത്? അയാൾക്ക് കുറ്റബോധം തോന്നി. മുറിയിലെത്തി അയാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പക്ഷെ നടന്നില്ല. ബ്രോൺസ്കിയും അന്നയും സുഖപ്പെട്ടു. അന്നയ്ക്ക് ഒരു മകൻ കൂടിയായി. എങ്കിലും അവൾക്ക് സമാധാനം ലഭിച്ചില്ല. അലക്സിയുമായുള്ള ബന്ധം വേർപ്പെടുത്തി ബ്രോൺസ്കി വിവാഹം കഴിക്കാൻ അവൾ തീരുമാനിച്ചു. എങ്കിലും അപവാദം മാറൂ. പക്ഷെ അലക്സി അത് അനുവദിച്ചില്ല. എന്നെ നശിപ്പിച്ച് അവൾ രക്ഷപ്പെടേണ്ട, അയാൾ കരുതി. ബ്രോൺസ്കിക്ക് അപവാദം സഹിക്കാൻ കഴിഞ്ഞില്ല. വേറൊരുത്തൻ്റെ ഭാര്യ അലക്സിയുമായുള്ള വിവാഹബന്ധം പിരിഞ്ഞ് അന്നയ്ക്കൊപ്പം ഇനി താമസിക്കൂ അയാൾ തീരുമാനിച്ചു. അയാൾ തൻ്റെ അമ്മയുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി. ബ്രോൺസ്കിയെ അങ്ങനെ അങ്ങ് വിടാൻ അന്ന തയ്യാറല്ലായിരുന്നു. അലക്സിയുടെ പാവം ഭാര്യയായിരുന്നു താൻ. എല്ലാം നശിപ്പിച്ചത് ബ്രോൺസ്കിയാണ്. എന്നിട്ടിപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അവൾ ബ്രോൺസ്കിയുടെ അടുത്തേക്ക് പോകുവാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. ആ സ്ഥലം അവളിൽ ഓർമ്മകളുടെ വേലിയേറ്റം തന്നെ സൃഷ്ടിച്ചു. ബ്രോൺസ്കിയെ കണ്ടുമുട്ടിയ റെയിൽവേ സ്റ്റേഷൻ. അന്നയുടെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നി. ഒരു തീവണ്ടി പാഞ്ഞു വരുന്നു. അന്ന ഈശ്വരനോട് തൻ്റെ തെറ്റുകൾക്കെല്ലാം മാപ്പിരന്ന് തീവണ്ടിയുടെ മുന്നിലേക്ക് എടുത്തു ചാടി. അങ്ങനെ അന്ന കരീനീന പിടഞ്ഞു മരിച്ചു. കഥ അവസാനിക്കുന്നു. നന്ദി.